ചെയ്യുന്നതിനെ എതിർത്തതിന്റെ പേരിൽ യുവതിയുടെ കുടുംബം യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം ഗുജറാത്തിലെ നന്ദേഡിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നാലെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്റെ കാമുകന്റെ വീട്ടിലെത്തിയ യുവതി അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് മുന്നിൽ വെച്ച് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി താൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പങ്കാളിയായി കണക്കാക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളും യുവതിയുടെ വൈകാരിക പ്രതികരണവും വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. നന്ദേഡിലെ ജൂനാഗഞ്ചിൽ നിന്നുള്ള സക്ഷം തട്ടയും അഞ്ചൽ മാമിൽവാറും കഴിഞ്ഞ 3 വർഷമായി പ്രണയത്തിലായിരുന്നു. യുവതിയുടെ സഹോദരങ്ങൾ സക്ഷമിന്റെ സുഹൃത്തുക്കളായിരുന്നതിനാൽ സക്ഷം പതിവായി ഇവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയമായി മാറിയത്. എന്നാൽ ഇരുവരുടെയും പ്രണയബന്ധം ആഞ്ചലിന്റെ കുടുംബം ശക്തമായി എതിർത്തു. ആഞ്ചലുമായുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിക്കണമെന്ന കുടുംബം സക്ഷമിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സക്ഷം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇത് യുവതിയുടെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. ഈ പ്രകോപനമാണ് വ്യാഴാഴ്ച വൈകുന്നേരം നന്ദേഡിലെ കൊലപാതകത്തിൽ കലാശിച്ചത്. സക്ഷമിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട സക്ഷമിനും പ്രതികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം പ്രണയബന്ധത്തോടുള്ള എതിർപ്പും ജാതി കാരണവുമാണ്. സക്ഷമിന്റെ കൊലപാതകത്തെ കുറിച്ചറിഞ്ഞ ആഞ്ചൽ ഉടൻ തന്നെ തന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന വീട്ടിലേക്ക് ഓടിയെത്തി. സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപായി മൃതദേഹത്തിന് സമീപം വെച്ച് താൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്ന രീതിയിൽ ആചാരമനുസരിച്ച് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. തന്റെ പ്രണയബന്ധം അംഗീകരിക്കാത്തവർക്കായുള്ള ശക്തമായ വൈകാരികമായ ഒരു മറുപടിയായിരുന്നു ആഞ്ചലിന്റെ ഈ പ്രവൃത്തി. കാമുകന്റെ മരണത്തിൽ വികാരഭരിതയായ ആഞ്ചൽ തന്റെ കുടുംബത്തിനെതിരെ ശക്തമായ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. തന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വധശിക്ഷ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സക്ഷമിനെ കൊലപ്പെടുത്താൻ അവർ ഗൂഢാലോചന നടത്തിയെന്നും ആഞ്ചൽ ആരോപിച്ചു. സക്ഷം മറ്റൊരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് തന്റെ കുടുംബം അദ്ദേഹത്തെ ലക്ഷ്യമിട്ടതെന്നും ആഞ്ചൽ വെളിപ്പെടുത്തി. ഇതൊരു ജാതിയുടെ പേരിലുള്ള കൊലപാതകമാണ്. ഞാൻ അവനെ പ്രണയിച്ചതിന്റെ പേരിൽ എന്റെ കുടുംബം എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നും അവൾ ആരോപിച്ചു. സക്ഷമിന്റെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്വാര പോലീസ് ആഞ്ചലിന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മറ്റു ചില ബന്ധുക്കൾ എന്നിവർക്കെതിരെ കൊലപാതകത്തിനും അതിക്രമത്തിനും കേസെടുത്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 15 മണിക്കൂറിനുള്ളിൽ 8 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിൽ പ്രണയബന്ധങ്ങളുടെ പേരിൽ നടക്കുന്ന ഓണർ കില്ലിംഗ് എന്ന ദുരഭിമാന കൊലയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. വ്യത്യസ്ത ജാതിയിലോ സമുദായത്തിലോ ഉള്ള വ്യക്തികളെ പ്രണയിക്കുന്നതിന്റെ പേരിൽ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ നടത്തുന്ന ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ നിയമവ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രണയബന്ധങ്ങളെ അംഗീകരിക്കാൻ സമൂഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് നന്ദേഡിലെ സംഭവം. പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമായ മറ്റോ ഉള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.